എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഈ പടം വരയ്ക്കാനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽ വേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരു വൈറ്റ് പേപ്പർ, നമുക്കത് ജസ്റ്റ് നടുവിലൊന്ന് ഫോൾഡ് ചെയ്യാം, അപ്പോൾ ഒരു മാർക്ക് വീഴുമല്ലോ. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ഒരു പെന്നാണ്. ഇത്തിരി ബ്ലാക്ക് പെൻ എടുക്കണമായിരിക്കും നല്ലത്. ബ്ലാക്ക് പെൻ എടുക്കാം. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഒരു പെൻസില്. അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് ഷെയ്ഡ് വരും. ഡാർക്ക് ഷെയ്ഡും പെൻസിലിൻ്റെ ആകുമ്പോൾ ലൈറ്റ് ഷെയ്ഡും, പിന്നെ ഒരു സ്കെയിലും. ഓക്കെ, ഈ 3 കാര്യങ്ങളും മതി കേട്ടോ. ഇനി നമുക്ക് വരച്ചു തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് സ്കെയിലെടുത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അതുപോലെ തന്നെ അതിന് തൊട്ട് പാരലലായിട്ട് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടി വരയ്ക്കാം, ഇതുപോലെ. ഓക്കെ, ഇനി ആ 2 പാരലൽ ലൈൻ വരച്ചില്ലേ, അതിന് തൊട്ടിപ്പുറത്ത് നമുക്ക് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് അതിന് പാരലായിട്ട് ഒരു ലൈൻ കൊടുക്കാം. ഇതുപോലെ നെക്സ്റ്റ് ലൈനും ഇതുപോലെ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ലൈനും കൂടി കൊടുക്കാം. കണ്ടില്ലേ, ദേ ഇതുപോലെ കേട്ടോ. ഇപ്പം ഞാൻ വരച്ച ഈ 2 ലൈന് ആ ഫോൾഡിങ്ങിൽ നിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ മുകളിലോട്ടേക്കുണ്ട്, അതുപോലെ തന്നെ 10 സെൻറ്റിമീറ്റർ താഴേക്കുണ്ട്. ഇനി നമ്മൾ വരച്ച ലൈനിൻ്റെ ടിപ്പിൽ നിന്ന് ചരിച്ചിട്ട് 2 ലൈനുകൾ കൊടുക്കണം. ഇതേ ഫസ്റ്റ് ലൈൻ ഇതുപോലെ വരയ്ക്കുക, ചരിച്ച് പിടിക്കുക, എന്നിട്ട് ഇതുപോലെ പെൻസിലുകൊണ്ട് ഒന്ന് ചരിച്ച് ലൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ആ ഫോൾഡിങ് വരെ കേട്ടോ. ഇനി അടുത്ത ലൈൻ നോക്കിയേ. അടുത്ത ലൈനും ഇതുപോലെ തന്നെ ആ ഇപ്പോൾ വരച്ച ലൈന് പാരലായിട്ട് വേണം ആ ഫോൾഡിങ് വരെ ലൈൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേറെ 2 ലൈൻസും കൂടി വേണം കേട്ടോ താഴേന്ന്. അത് ഇതുപോലെ നമ്മൾ ആദ്യം വരച്ച സ്ട്രെയിറ്റ് ലൈനിൻ്റെ അടിയിലത്തെ ടിപ്പ്, അടിയിൽ നിന്ന് ഇത് മുകളിലേക്ക് ഇതുപോലെ ചെരിച്ച് കൊടുക്കുക. ഇതുപോലെ ചെരിച്ച് ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത എൻഡിൽ നിന്ന് ഇതുപോലെ ഇപ്പോൾ വരച്ച ലൈന് പാരലലായി പിടിച്ച് ഇങ്ങനെ ഫോൾഡിങ് വരെ ചരിച്ചിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, മനസ്സിലായില്ലേ എല്ലാവർക്കും? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ലാഡറിൻ്റെ അകത്ത് ആ കമ്പികളും അല്ലേ, അതാണ് ചെയ്യാൻ പോകുന്നത്. പെയിൻ ഇതുപോലെ ചെറിയ ലൈനുകൾ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ വരച്ച സ്ട്രെയിറ്റ് ലൈനിൻ്റെ അകത്ത് ചെറിയ കമ്പികൾ പോലെ ചെറിയ ലൈനുകൾ നമ്മൾ ഫുള്ളാക്കി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഈ ചരിഞ്ഞിട്ടുള്ള ഈ ലൈനുകളില്ലേ, ചരിഞ്ഞ് നമ്മൾ വരച്ച പാരലൽ ലൈൻസ്, അതിൻ്റെ അകത്തും ഇതുപോലെ ചെറിയ കമ്പികളായിട്ട് നമുക്ക് വരച്ചു കൊടുക്കണം. ലാഡറിൻ്റെ അകത്ത് കാണുന്ന ചെറിയ കമ്പികൾ ഇതുപോലെ ടോപ്പ് തൊട്ട് താഴേക്ക് ആ ഫോൾഡിങ് വരെ ഒരേ രീതിയിൽ വരയ്ക്കാം. കണ്ടോ? ഫോൾഡിങ് വരെ വരച്ച് കഴിഞ്ഞു. ഇനി താഴോട്ട് അതുപോലെ തന്നെ ചെറിയ കമ്പികളായിട്ട് ഇത് കണ്ടോ, 2 അറ്റവും ടച്ച് ചെയ്യുന്ന രീതിയിൽ ചെറിയ കമ്പികൾ ഇങ്ങനെ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഇങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ. ഫോൾഡിങ് തൊട്ട് താഴത്തെ ടിപ്പ് വരെ, താഴത്തെ ആ എൻഡ് കണ്ണിൽ അവിടം വരെ. ഒന്ന് വരച്ച് കഴിഞ്ഞില്ലേ. ഇനി അതിൻ്റെ ഇടയത്തെ ഗ്യാപ്പുകൾ ഈക്വലായിട്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും വരയ്ക്കുന്ന ലൈൻ. ഇനി നമുക്ക് ബ്ലാക്ക് പെൻ എടുക്കുക, എന്നിട്ട് നമ്മൾ ചരിച്ച് വരച്ച ലൈനുകളില്ലേ, അതിൻ്റെ ഉള്ളിൽ ഈ ബ്ലാക്ക് പെൻ കൊണ്ട് നമുക്കത് ഫില്ല് ചെയ്യാം. ഓക്കെ, നമുക്കിതുപോലെ അങ്ങോട്ട്
ഫുള്ള് ബ്ലാക്ക് ഇങ്ക് ചരിച്ച് വരച്ച ലൈനുകൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലൈൻ നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട്. ഇനി നമുക്ക് അടുത്ത ചരിഞ്ഞുള്ള ആ ലൈനൊന്ന് നമുക്ക് ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, ബ്ലാക്ക് ഇങ്ക് പെൻ എടുക്കാം, ഇതുപോലെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ആ താഴേക്കുള്ള ലൈനും ഈ ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഇതുപോലെ ഫില്ല് ചെയ്യുന്നതാണ്. നമ്മൾ ചരിഞ്ഞ ലൈൻ്റെ ഇടയിൽ വരച്ച ചെറിയ ചെറിയ ലൈനുകളില്ലേ, അതും ഇത് ബ്ലാക്ക് ഇങ്ക് കൊണ്ട് തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ബ്ലാക്ക് പെൻ എടുക്കാം, അതുപോലെ ആ ലൈൻ്റെ മുകളിൽ കൂടി ഒന്ന് വരയ്ക്കാം, എന്നിട്ട് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ ഫുള്ളും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഈ ചരിഞ്ഞിരിക്കുന്ന ഈ ലൈനുകളുടെ ഇടയിലുള്ള ചെറിയ ചെറിയ ലൈൻസ് ഫുൾ ഇതുപോലെ തന്നെ നമുക്ക് വരയ്ക്കണം. ഇപ്പോൾ ബ്ലാക്കിങ് കൊണ്ടുള്ള ഫില്ലിംഗ് ഒക്കെ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുള്ള ആ ലാഡറിനെയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുള്ള ലാഡറിനെ നമ്മൾ ഈ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതിൻ്റെ അകത്തൊക്കെ കണ്ടോ, ഇതുപോലെ പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനുകളും പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനും അതിൻ്റെ ഇടയിൽ വരുന്ന ആ ചെറിയ ചെറിയ ലൈൻസും പെൻസിലുകൊണ്ട് തന്നെ ഫുള്ള് ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മുടെ പടം ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് സൈഡിൽ നമ്മൾ ബ്ലാക്കിങ് കൊണ്ട് ഇതുപോലെ തന്നെ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് പേപ്പറിനെ നമുക്കിനി ജസ്റ്റ് ഒന്ന് ചാരി വെച്ച് നോക്കാം.